ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ തോരനാണ്. നല്ല മണവും ടേസ്റ്റും എല്ലാം ഉള്ളൊരു ചിക്കൻ തോരനാണ്. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ യോജിക്കുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു കടായിലേക്കോട്ട് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മെയിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ആഡാക്കി കൊടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്കോട്ട് ആഡാക്കി കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരുംജീരക പൊടിയും കൂടെ ആഡാക്കി കൊടുക്കാമേ. കുറച്ച് ഗരം മസാലയും കൂടെ ആഡാക്കി കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി ആഡാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ആഡാക്കി കൊടുക്കാമേ. നമുക്കിനി നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് കുറച്ച് നേരം സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്കോട്ട് ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മളുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ആഡാക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉള്ളൊരു ചിക്കൻ തോരനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായമൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. നമുക്ക് ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ.